ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഓൺ ബോർഡാണ്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് കപ്പലിൽ എത്ര ഫ്യൂലുണ്ട് നമ്മളത് കാൽക്കുലേഷൻ ചെയ്യണം. അപ്പോൾ കാൽക്കുലേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, എന്ത് ടൂള് വെച്ചാണ് നമ്മൾ ഈ കാൽക്കുലേഷൻ എടുക്കുന്നത്, എത്ര ടാങ്ക്സ് ഉണ്ട്, ഇതെല്ലാം ഇന്ന് നോക്കാം. ഓക്കെ, എൻ്റെ കൂടെ ഒരു ഓയിലർ, ഒരു ഇടി എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളാണ് ഈ വീഡിയോ എടുക്കാൻ പോകുന്നത്. സൗണ്ടിങ് എടുക്കാനുള്ള ടൂള് എന്ന് പറയുന്നത് ഇതാണ് സൗണ്ടിങ് ടേപ്പാണ്. ഓക്കെ, അപ്പം ഇതിൽ മെഷർമെൻ്റ് ഉണ്ടാവും. ഇതിൽ ഈ മെഷർമെൻ്റ് ഉണ്ടാവും. നമ്മൾ ഇതിനനുസരിച്ചാണ് നമ്മൾ സൗണ്ടിങ് എടുക്കുന്നത്. ഇത് വെയിറ്റാണ്, കാരണം നമ്മൾ ടാങ്കിന് ഉള്ളിലോട്ട് ബോർഡും ഇടുമ്പോൾ ഇത് താഴെ കറക്റ്റായിട്ട് പോയി നമ്മൾ ടാങ്കിൽ താഴെ മുട്ടുന്ന ഒരു സൗണ്ട് ഉണ്ടാവും, ടക്ക്. ആ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഇത് വെയിറ്റാണ്. അപ്പോൾ നമുക്കിനി അടുത്ത സൗണ്ടിങ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം. ഇത് ഫ്യൂൽ ഫൈറ്റിംഗ് പേസ്റ്റ്. നമ്മൾ ഫസ്റ്റ് ടാങ്കിൽ സൗണ്ടിങ് ടേപ്പ് ഇട്ടിട്ട് ഒരു അളവിന് നമ്മൾ കാണാം. നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല, എന്നാലും നമ്മളൊരു ഉദ്ദേശം വെച്ചിട്ട് നമ്മൾ ഫൈൻഡ് ചെയ്യും. എന്നിട്ട് അതിനെ ക്ലീൻ ചെയ്തിട്ട് കുറച്ച് ഈ ഫൈറ്റിംഗ് പേസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് രണ്ടാമത് ഇതിനെ ടാങ്കിൽ ഇറക്കി രണ്ടാമത് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഫ്യൂല് ഈ പേസ്റ്റ് തേച്ചിട്ടുള്ളിടത്ത് ടച്ച് ആകുമ്പോഴത്തേക്ക് ഈ പേസ്റ്റിൻ്റെ കളർ ചെയ്യും. അവിടെയാണ് നമുക്ക് കറക്റ്റാണ് മാർക്ക് ചെയ്യാൻ പറ്റുന്നത്, ഏതാണ് സൗണ്ടിങ്, ഏതാണ് മിഷർ, കറക്റ്റാണ് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ അടുത്ത് സൗണ്ടിങ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് പോർട്ട് സൈഡ് സെറ്റിലിംഗ് ടാങ്കിൽ നമ്മളിപ്പോൾ കറക്റ്റായിട്ട് സൗണ്ടിങ് എടുക്കാൻ പോവുകയാണ്. കപ്പൽ എന്ന് പറയുമ്പോൾ പോർട്ട് ആൻഡ് സ്റ്റാർബോർഡ് രണ്ട് സൈഡുണ്ട്. അതിൽ ഇപ്പം പോർട്ട് സൈഡിലെ സെറ്റിലിംഗ് ടാങ്കാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്, മെഷർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത് ഓയിലറാണ് സൗണ്ടിങ് എടുക്കുന്നത്. അപ്പം ഓയിലർ സൗണ്ടിങ് എടുക്കുമ്പോഴത്തേക്ക് ഒരു ഓഫീസർ കൂടെ ഉണ്ടാവും. ഞാൻ സെക്കൻഡ് എഞ്ചിനീയറാണ്, ഈ കപ്പലിൻ്റെ സെക്കൻഡ് എഞ്ചിനീയർ. ഓക്കെ, ഇപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഈ ടാങ്കിൻ്റെ ഡൗൺ സൈഡിൽ തട്ടിയിട്ടുണ്ട്. നമുക്ക് ആ സൗണ്ട് മനസ്സിലാവും. നമുക്ക് മനസ്സിലാവും. ഇത് സൗണ്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഉദ്ദേശം ഒരളവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ അവിടെ ഇത്രയും ദൂരം നമ്മൾ ക്ലീൻ ചെയ്യും, തുണി വെച്ച് ക്ലീൻ ചെയ്തിട്ട് അത് നമ്മൾ ഈ സൗണ്ടിങ് പേസ്റ്റ് അപ്ലൈ ചെയ്യും. ടാങ്കിന്റെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് 6 മീറ്ററാണ്, 6 മീറ്റർ. ഓക്കെ, അപ്പം 6 മീറ്റർ ആയിട്ടുണ്ട്. നമ്മൾ
കാണാൻ പറ്റും ഈ കളർ ചേഞ്ചസ് കാണാൻ പറ്റും. നമ്മൾ പേസ്റ്റ് നമ്മൾ ഇവിടുന്ന് ഇതുവരെയും നമ്മൾ പേസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കളർ ചേഞ്ച് ആവുന്നത് ഇവിടെയാണ്. കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെയാണ് കളർ ചേഞ്ച് ആവുന്നത്. അത് ആ ഭാഗത്ത് നമ്മൾ ഇത്രയും ക്ലീൻ ചെയ്തിട്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ സൗണ്ടിങ് എന്ന് പറയുന്നത് 3.24 ആണ് സൗണ്ടിങ്. ഇത് പറയുമ്പം 3 മീറ്ററും 24 സെൻറ്റിമീറ്ററും ഇതിൽ ഇപ്പോൾ ഡീസലുണ്ട്. അതാണ് ലെവൽ. ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് പോർട്ട് സൈഡ് സെറ്റിലിങ്ങിൻ്റെ സൗണ്ടിങ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമുക്ക് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് 3.24. അപ്പം ഞാനത് ഇവിടെ എഴുതുകയാണ്. ഇപ്പോൾ നമ്മളിനി ചെക്ക് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇത് സെൻറ്റിമീറ്ററിലാണുള്ളത്. അപ്പോൾ നമ്മളിതിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ് നോക്കാം. ക്വാണ്ടിറ്റി നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ വെസലിനും എല്ലാ ടാങ്കിൻ്റെയും ഒരു ടേബിൾ ഉണ്ടാവും, സൗണ്ടിങ് ടേബിൾ. അത് ഇതാണ്. അപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്ന നമ്മൾ എടുത്ത ടാങ്കിൻ്റെ സൗണ്ടിങ് ആണ് നമ്മൾ നോക്കുന്നത്. ഇത് നമ്മൾ സെൻറ്റിമീറ്ററിലുള്ളത് ഇതാണ്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ 3.24 കണ്ടിട്ടുണ്ട്. അപ്പോൾ 3.24 എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഭാഗത്ത് കാണുന്നതാണ് 3.24. അപ്പം അത് നമ്മൾ മെട്രിക് ക്യൂബിക്കിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നോക്കുമ്പോഴത്തേക്ക് ഇതിൽ നമ്മൾ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് മെട്രിക് ക്യൂബിക്കിൽ 24.463 മെട്രിക് ക്യൂബിക്. അപ്പോൾ നമ്മൾ ഇതിൽ എടുത്തിട്ടുള്ളത്, ഇപ്പോൾ നമ്മൾ പോർട്ട് സൈഡ് ടാങ്കിൽ ഇപ്പോൾ ഉള്ള ഡീസൽ എന്ന് പറയുന്നത് 24.463 മെട്രിക് ക്യൂബിക്കാണ്. അതിനെ നമുക്കിനി മെട്രിക് ടണ്ണിലോട്ട് കൺവേർട്ട് ചെയ്യും. അപ്പം അതിന് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് മെട്രിക് ടണ്ണിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വിസ്കോസിറ്റി ഉണ്ട്. നമ്മൾ ഓരോ പ്രാവശ്യം നമ്മൾ ബങ്കർ എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ നമുക്ക് തരുന്ന ഡോക്യുമെൻറ്റിൽ അതിൽ എഴുതിയിട്ടുണ്ടാവും വിസ്കോസിറ്റി, നമ്മൾ എടുത്ത ഫ്യൂവലിൻ്റെ വിസ്കോസിറ്റി. അപ്പോൾ നമ്മൾ ഇപ്പോൾ എടുത്തിട്ടുള്ള ഫ്യൂവലിൻ്റെ വിസ്കോസിറ്റി എന്ന് പറയുന്നത് 0.83 ആണ്. അപ്പോൾ നമ്മൾ ഈ മെട്രിക് ക്യൂബിക്കിൽ നമ്മൾ എടുത്ത വാല്യൂ, ആ വാല്യൂൻ്റെ കൂടെ നമ്മൾ 0.83 ഇൻറ്റു ചെയ്യണം. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ വന്നിട്ട് 3.24 ആണ് സെൻറ്റിമീറ്റർ. അത് നമ്മൾ മെട്രിക് ക്യൂബിക്കിലോട്ട് എടുത്തപ്പോഴത്തേക്ക് 24.463 മെട്രിക് ക്യൂബിക് ആണ് നമുക്ക് കിട്ടിയ ഇത്. പക്ഷെ നമ്മളതിൽ വിസ്കോസിറ്റി കൂടെ ഇൻഡ്യൂ ചെയ്തിട്ട് നമ്മൾ മെട്രിക് ടണ്ണിലോട്ട് കൺവേർട്ട് ചെയ്തു. മെട്രിക് ടണ്ണിലോട്ട് കൺവേർട്ട് ചെയ്തപ്പോഴത്തേക്കും 20.499 മെട്രിക് ടണ്ണാണ് നമ്മൾ ആക്ച്വൽ ആ ടാങ്കിൽ, ഔട്ട് സൈഡ് സെറ്റിലിംഗ് ടാങ്കിലുള്ള ക്വാണ്ടിറ്റി. അതാണ് ആക്ച്വലായിട്ടുള്ളത്. ഓക്കെ, ഇത് നമ്മളെ കൂടെ ഉണ്ടായിരുന്നതാണ്. ഇതാണ് ETO, നമ്മളെ വെസലിൻ്റെ ETO. ആൻഡ് നേരത്തെ നിങ്ങൾ ഓയിലറിനെ കൂടെ കണ്ടായിരുന്നു. അപ്പം ഇത് ഇപ്പോഴത്തെ ഡ്യൂട്ടിയിൽ ഉള്ള നമ്മുടെ ടീമാണ്. ഓക്കെ, ഞാൻ ഇതിന് മുമ്പ് ബസ് പഠിപ്പിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഇട്ടിരുന്നത്. അപ്പോൾ അതിട്ടിട്ട് ഏകദേശം 7 വർഷത്തോളമായി. അതിനുശേഷം ഞാൻ ഇതൊരു വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. എനിക്കിങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാനൊന്നും അറിയത്തില്ല. പക്ഷേ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ചെയ്തു. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്ക്. അതേപോലെ ഇത് ഇപ്പോൾ സൗണ്ടിങ് ഇപ്പോൾ എടുത്തതിൻ്റെ വീഡിയോ
അല്ല. കറക്റ്റായിട്ട് നമ്മൾ കറക്റ്റ് വേയിൽ സൗണ്ടിങ് എടുക്കുകയാണെങ്കിൽ പിന്നെ ലിസ്റ്റ് കറപ്ഷൻ, ട്രിം കറപ്ഷൻ, പിന്നെ സൗണ്ടിങ് ടേബിളിൽ തന്നെ നമുക്ക് ഒരുപാട് കാൽക്കുലേഷൻസ് ചെയ്യാനുണ്ട്.